ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഗ്രേഡിയന്റിനെ കുറിച്ചാണ് പറഞ്ഞത് അല്ലേ? അതിനകത്ത് കുറച്ച് പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്തു. ഗ്രേഡിയന്റിലേക്ക് നമ്മൾ എത്തിയത് എങ്ങനെയായിരുന്നു? ഓർഡിനറി ഡെറിവേറ്റീവ്സിനെ കുറിച്ച് പറഞ്ഞു. എന്നിട്ട് അത് നമ്മൾ 3 ഡയമെൻഷണൽ കേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടിയതാണ് ഗ്രേഡിയന്റ് എന്നുള്ളത് അല്ലേ? അപ്പൊ അതിനകത്ത് നിന്ന് നമ്മളൊരു ഓപ്പറേറ്റർ എന്ന് പറഞ്ഞ ഒരാളെ പരിചയപ്പെട്ടു. ഡെൽ ഓപ്പറേറ്റർ എന്ന് പറഞ്ഞ ഒരാളെ നമ്മൾ അതിനകത്ത് നിന്ന് പരിചയപ്പെട്ടു അല്ലേ? എന്തായിരുന്നു ഡെൽ ഓപ്പറേറ്റർ? Del operator is given as del equal to x cap into dou by dou x plus y cap into dou by dou y plus z cap into dou by dou z. ഇതായിരുന്നു നമ്മുടെ ഡെൽ ഓപ്പറേറ്റർ അല്ലേ? ഞാൻ ഡെൽ ഓപ്പറേറ്റർ എന്നാ പറയുന്നത് അല്ലേ? എന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാം. അതിനു മുമ്പ് ഇയാൾക്കൊരു പ്രത്യേകതയുണ്ട്. നോക്കി, ഇയാൾക്ക് എക്സ് ക്യാപ്, വൈ ക്യാപ്, സെഡ് ക്യാപ് എന്ന് പറഞ്ഞ് 3 ഡയറക്ഷൻ സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. അതിന്റെ കൂടെ ഡോ ബൈ ഡോ എക്സ്, ഡോ ബൈ ഡോ വൈ, ഡോ ബൈ ഡോ സെഡ് എന്ന് പറഞ്ഞ് 3 കമ്പോണൻസും പറയുന്നുണ്ട്. 3 ഡയറക്ഷനും ആ 3 ഡയറക്ഷനിൽ 3 കമ്പോണൻസും ഉള്ള ആളുകളെ നമ്മൾ സാധാരണ ഫിസിക്സിൽ എന്താ വിളിക്കാറുള്ളത്? വെക്ടർ എന്നാണ് അല്ലേ? അപ്പൊ ഇയാൾക്ക് അതൊക്കെ ഉണ്ട്. 3 ഡയറക്ഷൻ ഉണ്ട്. ആ 3 ഡയറക്ഷനിലും ഓരോ കമ്പോണൻസും ഉണ്ട്. അപ്പൊ നമ്മൾ ഇയാളെ ശരിക്കും വെക്ടർ എന്ന് വിളിക്കണം. പക്ഷെ ഇയാൾ വെക്ടർ അല്ല. കാരണം എന്താണ്? ഇയാൾക്ക് എപ്പോഴും ആക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫംഗ്ഷൻ വേണം. നമ്മൾ ഇന്നലെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞില്ലേ, എന്നിട്ട് നമ്മൾ കുറച്ച് പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്തില്ലേ? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ എന്നൊക്കെ പറഞ്ഞ് പല പ്രോബ്ലംസ് നമ്മൾ ചെയ്തില്ലേ? ടി ഈക്വൽ ടു ഒന്ന് ഫംഗ്ഷൻ എടുത്തിട്ട്, അല്ലെങ്കിൽ എഫ് ഈക്വൽ ടു എടുത്തിട്ട്, അതൊരു ഫംഗ്ഷൻസ് ആയിരുന്നു. ഇയാൾക്ക് എപ്പോഴും ആക്ട് ചെയ്യാൻ എന്ത് വേണം? അങ്ങനെ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ വേണം. ഇയാൾ ഒറ്റക്ക് നിൽക്കൂല അല്ലേ? എന്ത് ഓപ്പറേഷനാ ചെയ്യാം? ഇറ്റ് വിൽ make the first derivative of what is followed by it. ഇത് കഴിഞ്ഞ് വരുന്ന ആളുകൾ എന്ത് ചെയ്യും? ഇത് ഡിഫറൻഷിയേറ്റ് ചെയ്യും അല്ലെ? ഇത് ഡോ ബൈ ഡോ എക്സ് കഴിഞ്ഞിട്ട് ഇവിടെ ആര് വരുന്നു? അയാളെ പിടിച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യും. അല്ല, ഇനി ഇവിടെ ഒരു ബ്രാക്കറ്റ് ഇട്ട് നമ്മളിവിടെ ഒരു ഫംഗ്ഷൻ വെച്ചാൽ ആ ഫംഗ്ഷനെ പിടിച്ച് ഇയാൾ എന്ത് ചെയ്യും? ഡിഫറൻഷിയേറ്റ് ചെയ്യും. അപ്പൊ അയാൾ ഒരു ഡിഫറൻസിയേഷൻ എന്ന് പറഞ്ഞ ഒരു ഓപ്പറേഷൻ നടത്തുന്നുണ്ട് അല്ലെ? പിന്നെ ഇയാൾക്ക് ഒരു വെക്ടറിലെ പോലത്തെ ഒരു സ്വഭാവമുണ്ട്. അതുകൊണ്ട് ഇനി നമ്മൾ അതിന് വെക്ടർ ഓപ്പറേറ്റർ എന്ന് പറയും. ഡെൽ ഓപ്പറേറ്റർ അല്ലെങ്കിൽ ഡെൽ ഓപ്പറേറ്റർ ഈസ് എ വെക്ടർ ഓപ്പറേറ്റർ അല്ലെ? ഒരു വെക്ടറിനെ പോലെ ബിഹേവ് ചെയ്യുന്നു, മിമിക് ചെയ്യുന്നു എന്നാ പറയാം അല്ലെ? അതുപോലെ അയാൾക്ക് എന്തുണ്ട്? ഇതുപോലെ ഒരു ഓപ്പറേറ്റിംഗ് മെന്റാലിറ്റി ഉണ്ട്. എന്ത് ഓപ്പറേഷൻ ആണ്? ഡിഫറൻസിയേഷൻ. ഇറ്റ് വിൽ ഇമ്മീഡിയറ്റ്ലി ഡിഫറൻഷിയേറ്റ് വാട്ട് ഫോളോസ് ഇറ്റ്. അത് കഴിഞ്ഞ് വരുന്ന ആളുകൾ എന്ത് ചെയ്യും? അത് ഡിഫറൻഷിയേറ്റ് ചെയ്യും അല്ലെ? അതിന്റെ മുമ്പിൽ നിൽക്കുന്ന ആളുകളെ ഡെറിവേറ്റീവ് കാണും അല്ലെ? ഇതാണ്. ഇനി ഞാൻ പറഞ്ഞു ഇതൊരു വെക്ടറിനെ പോലെ ബിഹേവ് ചെയ്യുന്നുണ്ടെന്ന് അല്ലെ? നമുക്ക് തൽക്കാലം ഇതിന്റെ വെക്ടർ ആയിട്ട് തന്നെ പറയാം, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ വെക്ടർ ഓപ്പറേറ്റർ എന്ന് പറയാം. അപ്പൊ ഇതൊരു വെക്ടർ ഓപ്പറേറ്റർ ആണ്. നമ്മൾ ഇനി മുതൽ ഡെൽ ഓപ്പറേറ്റർ എന്ന് പേര് വിളിക്കും. ഇതൊരു വെക്ടർ ആണ് എന്ന് നമ്മൾ വിചാരിച്ചു അല്ലെ? നമ്മളിപ്പോ അങ്ങനെ തീരുമാനിച്ചു. ഒരു വെക്ടറിന് നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഭാഗത്തിൽ നമ്മൾ വെക്ടറിന്റെ മൾട്ടിപ്ലിക്കേഷൻ പഠിച്ചിട്ടുണ്ട് അല്ലെ? അവിടെ നമ്മൾ 3 കൈൻഡ് ഓഫ് മൾട്ടിപ്ലിക്കേഷൻസ് പറഞ്ഞു. ഒന്ന് സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ അല്ലെ? സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ എന്താണ്? ഒരു സ്കേലാർ ക്വാണ്ടിറ്റി കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യാം. 2 ഡോട്ട് പ്രോഡക്റ്റ്, 3 ക്രോസ് പ്രോഡക്റ്റ്. അങ്ങനെ നമ്മൾ 3 മൾട്ടിപ്ലിക്കേഷൻ ടൈപ്പ് ഇവിടെ പഠിച്ചിട്ടുണ്ട് അല്ലെ? അപ്പൊ ഒന്നെന്താണ്? ഒരു സ്കേലാർ കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യാം. പക്ഷെ അതിവിടെ പോസിബിൾ അല്ല. സ്കേലാറിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 ഇൻറ്റു ഡെൽ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ സം ഫംഗ്ഷൻ എക്സ് ഇൻറ്റു ഡെൽ എന്ന് പറഞ്ഞാൽ മീനിങ്ലെസ് ആണ്. കാരണം ആ സ്കേലാർ ക്വാണ്ടിറ്റി എപ്പോഴും എവിടെ വരണം? ഇത് കഴിഞ്ഞിട്ട് വരണം അല്ലെ? നമ്മൾ എഫ് ഡെൽ എന്നാ പറഞ്ഞത് അല്ലെ? ഡെൽ എഫ്, നമ്മൾ ഡെൽ എഫ് എന്നാ പറഞ്ഞത്, അല്ലാതെ എഫ് ഇൻറ്റു ഡെൽ എന്നല്ല അല്ലെ? നമ്മൾ ഇന്നലെയൊക്കെ ചെയ്ത പ്രോബ്ലത്തിൽ ഡെൽ എഫ് എന്നാ പറഞ്ഞത്, അല്ലാതെ എഫ് ഇൻറ്റു ഡെൽ എന്ന് പറഞ്ഞൊരു ഓപ്പറേറ്റർ നമ്മൾ പഠിച്ചിട്ടില്ല. അത് മീനിങ്ലെസ് ആണ്. അതെന്തുകൊണ്ടാണ്? എപ്പോഴും ആ ഫംഗ്ഷൻ ഇയാൾ കഴിഞ്ഞിട്ട് വരണം. കാരണം ആ ഫംഗ്ഷനെയാണ് ഇയാൾ എന്ത് ചെയ്യാം? ഓപ്പറേറ്റ് ചെയ്യാം അല്ലെ? അപ്പൊ ഒന്നാമത്തെ നമ്മൾ ആൾറെഡി പഠിച്ചു അല്ലെ? ഞാനിപ്പോ എന്താ പറഞ്ഞേ? ഇയാളൊരു വെക്ടർ ആണ്. 3 തരം മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട് അല്ലെ? ഏതൊക്കെ? സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ, ഡോട്ട് പ്രൊഡക്റ്റ്, ക്രോസ് പ്രൊഡക്റ്റ്. ഒരു വെക്ടറിന്റെ കേസിൽ അതുപോലെ ഇയാളുടെ കേസിലും വേണ്ടേ? അപ്പൊ ഒന്നാമത്തെ എന്താണ്? മൾട്ടിപ്ലിക്കേഷൻ ബൈ എ സ്കേലാർ. അത് നമ്മൾ ഇന്നലെ പറഞ്ഞു. ടി എന്ന് പറഞ്ഞത് ഒരു സ്കേലാർ ഫംഗ്ഷൻ ആണ് വെച്ചാൽ അതിനെ നമുക്ക് എന്ത് ചെയ്യാം? ഡെൽ കൊണ്ട് ഓപ്പറേറ്റ് ചെയ്യാം. അതിനെ നമ്മൾ ഗ്രേഡിയന്റ് എന്ന് വിളിച്ചു അല്ലേ? എന്താ വെച്ചേ? ഗ്രേഡിയന്റ്. എന്നിട്ട് അതെങ്ങനെയാ കാണുമെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? ഇനി രണ്ടാമത് നമുക്ക് എന്താ? ഡോട്ട് പ്രൊഡക്റ്റ് ഉണ്ട്. ഡോട്ട് പ്രൊഡക്റ്റ് എങ്ങനെയാണ്? 2 വെക്ടേഴ്സ് തമ്മിലാണ് ഡോട്ട് പ്രൊഡക്റ്റ് ഉണ്ടാവുക. സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ ഒരു വെക്ടർ ഒരു സ്കേലാറുമാണ്. ഒരു വെക്ടറും ഒരു സ്കേലാറും. ഇനി ഡോട്ട് പ്രൊഡക്റ്റ് എങ്ങനെയാണ്? 2 വെക്ടറുകൾ തമ്മിലാണ് അല്ലെ? ഇപ്പൊ എ ഡോട്ട് ബി, വെക്ടർ എ ഡോട്ട് വെക്ടർ ബി അല്ലെ? അതുപോലെ ഇവിടെ എന്ത് വേണം? ഒരു ഡോട്ട് പ്രൊഡക്റ്റ് വേണം.
അപ്പൊ എങ്ങനെ ഉണ്ടാവുക? സം വെക്ടർ ഡെൽ ഡോട്ട് സം വെക്ടർ വി. വി എന്ന് പറഞ്ഞ ഇവിടെ എന്താണ്? ഒരു വെക്ടർ ഫംഗ്ഷൻ ആണ്. നമ്മൾ ടി എ സ്കേലാർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞില്ലേ, അതുപോലെ വി എന്താണ്? വെക്ടർ ഫംഗ്ഷൻ ആണ്. ഇത്തരത്തിൽ ഡോട്ട് പ്രൊഡക്റ്റ് ചെയ്യുന്ന ഡെൽ ഓപ്പറേറ്റർ കൊണ്ട് ഡോട്ട് പ്രൊഡക്റ്റ് ചെയ്യുന്ന ക്വാണ്ടിറ്റീസ് നമ്മൾ എന്താ പറയും? ഡൈവേർജൻസ് എന്ന് പറയും. ഡൈവേർജൻസ്. ഇതിന്റെ അർത്ഥം എന്താണ്? ഡെൽ ഡോട്ട് വി എന്ന് പറഞ്ഞാൽ ഡൈവേർജൻസ് ഓഫ് വെക്ടർ ഫംഗ്ഷൻ വി. അതുപോലെ മൂന്നാമത്തെ എന്താണ്? ഡെൽ ക്രോസ് വി. ക്രോസ് പ്രൊഡക്റ്റ് എങ്ങനെ ഉണ്ടാവുക? രണ്ട് വെക്ടർ തമ്മിലാണ് ക്രോസ് പ്രൊഡക്റ്റ് എടുക്കുക. എ ക്രോസ് ബി അല്ലെ, രണ്ട് വെക്ടർ തമ്മിൽ. അപ്പൊ ഡെൽ ഒരു വെക്ടർ ആണ്, വി ഈസ് എ വെക്ടർ ഫംഗ്ഷൻ. അപ്പൊ ഡെൽ ക്രോസ് വി എന്ന് പറഞ്ഞൊരു ക്വാണ്ടിറ്റി നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. അപ്പൊ ഇതാണ് ആ മൂന്ന് തരം മൾട്ടിപ്ലിക്കേഷൻ. മൾട്ടിപ്ലിക്കേഷൻ ബൈ സ്കേലാർ, ഡോട്ട് പ്രൊഡക്റ്റ്, ക്രോസ് പ്രൊഡക്റ്റ്. ഈ ക്രോസ് പ്രൊഡക്റ്റ് നമ്മൾ എന്ത് പറയും? കേൾ ഓഫ് എ ഫംഗ്ഷൻ എന്ന് പറയും. എന്താ പറയുക? കേൾ, CURL, കേൾ ഓഫ് എ വെക്ടർ ഫംഗ്ഷൻ എന്ന് പറയും. ഇങ്ങനെ മൂന്ന് ഓപ്പറേഷൻസ് നമുക്ക് എന്ത് ചെയ്യാം? ഡെൽ ഓപ്പറേറ്റർ വെച്ചിട്ട് ഡിഫൈൻ ചെയ്യാം. ഓക്കെ, ഇനി അതിനകത്തെ ഗ്രേഡിയന്റ് നമ്മൾ ആൾറെഡി പഠിച്ചു. അത് ഓരോ കോർഡിനേറ്റ് സിസ്റ്റത്തിലും എങ്ങനെ ചെയ്യാമെന്ന് നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഡൈവേർജൻസ് എന്താണെന്ന് നോക്കാം. അപ്പൊ ടൈറ്റിൽ ഇത് ഡൈവേർജൻസ് ഓഫ് എ വെക്ടർ ഫംഗ്ഷൻ. ഡൈവേർജൻസ് ഓഫ് എ വെക്ടർ ഫംഗ്ഷൻ. ഞാൻ പറഞ്ഞു ഡെൽ ഒരു വെക്ടർ പോലെയാണ്. അപ്പൊ ഡെൽ എന്താണ്? എക്സ് ക്യാപ് ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് പ്ലസ് വൈ ക്യാപ് ഇൻറ്റു ഡോ ബൈ ഡോ വൈ പ്ലസ് സെഡ് ക്യാപ് ഇൻറ്റു ഡോ ബൈ ഡോ സെഡ് അല്ലേ? ഇനി നമ്മളത്തെ ഒരു ഫംഗ്ഷൻ ഉണ്ട്, ഒരു വെക്ടർ ഉണ്ട് എഴുതുക. എന്താണ് വെക്ടർ? വി എക്സ് എക്സ് ക്യാപ് പ്ലസ് വി വൈ വൈ ക്യാപ് പ്ലസ് വി സെഡ് സെഡ് ക്യാപ്. ഇതിനെയാണ് നമ്മൾ വെക്ടർ ഫംഗ്ഷൻ എന്ന് പറയാം. നമ്മൾ ഫസ്റ്റില് സ്കേലാർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു അല്ലേ? സ്കേലാർ ഫംഗ്ഷൻ നമ്മുടെ എക്സാമ്പിൾ എന്താ പറഞ്ഞേ? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ഇതൊരു സ്കേലാർ ഫംഗ്ഷൻ ആണ്. അതിനകത്ത് കമ്പോണന്റ് എക്സ് വൈ സെഡ് കമ്പോണൻസ് ഒന്നുമില്ല. എക്സ് ക്യാപ് വൈ ക്യാപ് ഒന്നുമില്ല. ഡയറക്ഷൻ പറയുന്നില്ല. എന്നാൽ ഇവിടെ ഇപ്പൊ എക്സാമ്പിൾ നമുക്ക് എങ്ങനെ പറയാം? എക്സ് സ്ക്വയർ എക്സ് ക്യാപ് പ്ലസ് 2y വൈ ക്യാപ് അങ്ങനെ എന്തെങ്കിലും. ഇവിടെ എന്തുണ്ട്? ഒരു ഡയറക്ഷൻ സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. ഇത്തരം ക്വാണ്ടിറ്റീസ് നമുക്ക് വെക്ടർ ഫംഗ്ഷൻ എന്ന് പറയാം. ഓക്കെ, ഇനി ഡെൽ ഒരു വെക്ടർ ആണ്, വി ഒരു വെക്ടർ ആണ്. ഇത് നമ്മൾ എങ്ങനെയാണ് ഡോട്ട് പ്രൊഡക്റ്റ് ചെയ്യാം? ഡെൽ ഡോട്ട് വി എന്ന് പറഞ്ഞാൽ ഡൈവേർജൻസ് ഓഫ് വി ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്. ഈക്വൽ ടു എന്ത് പറയാം? എക്സ് ക്യാപ് ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് പ്ലസ് വൈ ക്യാപ് ഇൻറ്റു ഡോ ബൈ ഡോ വൈ പ്ലസ് സെഡ് ക്യാപ് ഇൻറ്റു ഡോ ബൈ ഡോ സെഡ് ഡോട്ട് വി എക്സ് എക്സ് ക്യാപ് പ്ലസ് വി വൈ വൈ ക്യാപ് പ്ലസ് വി സെഡ് സെഡ് ക്യാപ് അല്ലേ? ഇനി സാധാരണ ഡോട്ട് പ്രൊഡക്റ്റിന്റെ പ്രിൻസിപ്പിൾ എക്സ് ഡോട്ട് എക്സ് 1 ആണ്, വൈ ഡോട്ട് വൈ 1 ആണ്, സെഡ് ഡോട്ട് സെഡ് 1 ആണ്, ബാക്കിയൊക്കെ 0 ആണ് അല്ലേ? അപ്പൊ എങ്ങനെയാണ് ഡോട്ട് പ്രൊഡക്റ്റ് ചെയ്യുക? അതിന്റെ ഡോട്ട് പ്രൊഡക്റ്റ് എക്സ് ക്യാപ് ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് ഡോട്ട് വി എക്സ് ഇൻറ്റു എക്സ് ക്യാപ്. എക്സ് ക്യാപ് ഡോട്ട് എക്സ് ക്യാപ് എന്താവും? 1 ആവും. ബാക്കി എന്തല്ലേ? ഡോ വി എക്സ് ബൈ ഡോ എക്സ് പ്ലസ് അടുത്തെന്ത് വരും? ഡോ വി വൈ ബൈ ഡോ വൈ പ്ലസ് അടുത്തെന്ത് വരും? ഡോ വി സെഡ് ബൈ ഡോ സെഡ് വരും അല്ലേ? അപ്പൊ ഇതെന്താണ്? കാർട്ടീഷ്യൻ സിസ്റ്റത്തിലെ ഡൈവേർജൻസ് ആണ് അല്ലേ? കാർട്ടീഷ്യൻ സിസ്റ്റത്തിൽ എങ്ങനെ ഡൈവേർജൻസ് പറയാം? ഡോ വി എക്സ് ബൈ ഡോ എക്സ് പ്ലസ് ഡോ വി വൈ ബൈ ഡോ വൈ പ്ലസ് ഡോ വി സെഡ് ബൈ ഡോ സെഡ് അല്ലേ? ഇതിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന ഏതാ? ആ ഫംഗ്ഷന്റെ എക്സ് കമ്പോണന്റ് മാത്രം അല്ലേ? എന്ന് പറഞ്ഞാൽ ഇതിൽ പറയുന്നത് എക്സ് സ്ക്വയറിന് മാത്രം. അതുപോലെ ഡോ വി വൈ ബൈ ഡോ വൈ, വി വൈ എന്താ? ആ ഫംഗ്ഷന്റെ വെക്ടർ ഫംഗ്ഷന്റെ വൈ കമ്പോണന്റ്. വി സെഡ് എന്താണ്? ആ വെക്ടർ ഫംഗ്ഷന്റെ സെഡ് കമ്പോണന്റ്. ഇങ്ങനെയാണ് ഡൈവേർജൻസ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. എവിടെ? കാർട്ടീഷ്യനിൽ. ബാക്കിയിലേക്ക് നമുക്ക് വരാം. അതിനു മുമ്പ് എന്താണ് ഡൈവേർജൻസ് എന്ന് മനസ്സിലാക്കണം. അതിന്റെ ജിയോമെട്രിക്കൽ ഇന്റർപ്രിട്ടേഷൻ. Divergence is a measure of how it diverges from a point. How the given function diverges from a point in question. എങ്ങനെ പറയാ? Divergence is a measure of how fast it diverges. It എന്ന് പറഞ്ഞാൽ that function diverges from a given point in question. നമ്മൾ ഒരു ഫംഗ്ഷനെയാണ് പറയുന്നത്, വെക്ടർ ഫംഗ്ഷൻ അല്ലേ? ആ ഫംഗ്ഷൻ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു എക്സ് വൈ സെഡ് എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്നും എത്രത്തോളം ഡൈവേർജ് ചെയ്ത് പോകുന്നു, അകന്നു പോകുന്നു എന്നതിന്റെ മെഷർ ആണെന്ത്? ഡൈവേർജൻസ് എന്ന് പറഞ്ഞാൽ. ഗ്രേഡിയന്റ് എന്താ പറഞ്ഞേ? നമ്മൾ ഡിഫൈൻ ചെയ്ത സ്കേലാർ ക്വാണ്ടിറ്റി, സ്കേലാർ ഫംഗ്ഷൻ ഏത് ഡയറക്ഷനിലാണ് മാക്സിമം ചേഞ്ച് എന്നാണ് ഗ്രേഡിയന്റ് പറയുന്നത്. ഡൈവേർജൻസ് എന്താ പറയുന്നത്? നമ്മൾ ഡിഫൈൻ ചെയ്ത ആ വെക്ടർ ഫംഗ്ഷൻ അത് എത്രത്തോളം ഒരു പോയിന്റിൽ നിന്നും ഡൈവേർജ് ചെയ്ത് പോകുന്നു, അകന്നു പോകുന്നു എന്നതിന്റെ മെഷർ ആണെന്ത്? ഡൈവേർജൻസ് എന്ന് പറഞ്ഞാൽ. ക്ലിയർ ആയോ? ഇനി നമുക്ക് എന്ത് ചെയ്യാം?
അതിനെ 3 കോർഡിനേറ്റ് സിസ്റ്റത്തിലും കൂടെ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാനുള്ള ഫോർമുല കണ്ടെത്താം അല്ലേ. ഫോർമുല ഇതാണ്. ഡെൽ ഡോട്ട് വി ഈക്വൽ ടു, ഞാനിപ്പോ ഇവിടെ കാർട്ടീഷ്യൻ ആയതുകൊണ്ട് വി എക്സ് എക്സ് ക്യാപ് വി വൈ വൈ ക്യാപ് വി സെഡ് സെഡ് ക്യാപ് എന്ന് പറഞ്ഞു. ജനറൽ ഫോർമുല നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യേണ്ടത് അല്ലേ. അപ്പൊ ജനറലി നമുക്കൊരു വെക്ടറിനെ വി ഈക്വൽ ടു v1 q1 cap പ്ലസ് v2 q2 cap പ്ലസ് v3 q3 cap എന്ന് പറയാം. ഇത് ഏത് കോർഡിനേറ്റ് സിസ്റ്റം നമുക്ക് അറിയില്ലല്ലോ അല്ലേ. അപ്പൊ നമുക്ക് ഏത് സിസ്റ്റത്തിലും അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ, ഏത് സിസ്റ്റത്തിലും അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ കാണിക്കുന്നത് അല്ലേ. ഇങ്ങനെയാണ് v equal to v1 q1 cap plus v2 q2 cap plus v3 q3 cap. v1 v2 v3 are the respective components in q1 q2 and q3 direction അല്ലേ. ഇത് കാർട്ടീഷ്യൻ ആകുമ്പോൾ x cap y cap z cap ആവും, സിലിണ്ടർ ആകുമ്പോൾ r cap phi cap z cap ആവും, പിന്നെ സ്ഫെറിക്കൽ ആകുമ്പോൾ r cap theta cap phi cap ആവും അല്ലേ. അതുപോലെ ഓരോ ഡയറക്ഷനിലെ കമ്പോണൻസ് ആണ്. അപ്പം ഡൈവേർജൻസിന്റെ ജനറൽ ഫോർമുല ഏതാണ്, എന്താണ്, ഡെൽ ഡോട്ട് v ഈക്വൽ ടു 1 by h1 h2 h3 into dou by dou q1 of a1 h2 h3 plus dou by dou q2 of h1 a എന്ന് എഴുതിയില്ലേ, v ആണ് കേട്ടോ, v1 h2 h3 h1 v2 h3 plus dou by dou q3 of h1 h2 v3. ക്ലിയർ ആയോ? ഈ ഫോർമുല നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. എങ്ങനെയാണ്, കൺഫ്യൂഷൻ ആവാനൊന്നുമില്ല. ഡൈവേർജൻസ് ഏത് സിസ്റ്റം ആയിക്കോട്ടെ, ഏത് കോർഡിനേറ്റ് സിസ്റ്റം ആയിക്കോട്ടെ, അതിനകത്ത് ഡൈവേർജൻസ് കാണാനുള്ള ഫോർമുല എന്താണ്, del dot v equal to 1 by h1 h2 h3 into dou by dou q1 of v1 h2 h3. v1 എന്ന് പറഞ്ഞാൽ എന്താണ്, ആ വെക്ടറിന്റെ ഫസ്റ്റ് ഡയറക്ഷനിലുള്ള കമ്പോണന്റ്. v1 എന്ന് പറയുന്നതിന്റെ q1 cap കമ്പോണന്റ് അല്ലേ. അതുപോലെ dou by dou q2 of h1 v2 v3 സെക്കൻഡ് കമ്പോണന്റ് v2 അല്ലേ. മൂന്നാമത്തെ എന്താണ്, v3 തേർഡ് കമ്പോണന്റ്. അപ്പൊ ഇത് മൾട്ടിപ്ലിക്കേഷൻ ആണ് ബ്രാക്കറ്റിനകത്ത്, v1 into h2 into h3 അത് മൾട്ടിപ്ലൈ ചെയ്യുക, അതിനെ വിത്ത് റെസ്പെക്ട് ടു q1 ഡിഫറൻഷിയേറ്റ് ചെയ്യുക. നമുക്കിത് അപ്ലൈ ചെയ്യാം ഏതില്, കാർട്ടീഷ്യൻ സിസ്റ്റത്തിൽ. അതിനെ കാർട്ടീഷ്യൻ സിസ്റ്റത്തിൽ ഡെൽ ഡോട്ട് വി ഈക്വൽ ടു കാർട്ടീഷ്യൻ സിസ്റ്റത്തിൽ h1 h2 h3 എന്താണ്, 1 1 1 ആണ്. അപ്പൊ 1 into 1 into 1 എന്താവും, 1 ആവും അല്ലെ. പിന്നെ ആ ബ്രാക്കറ്റിനകത്തുള്ള സാധനം ഉണ്ടാവുള്ളൂ. ഡോ ബൈ ഡോ q1, കാർട്ടീഷ്യനിലെ q1 എന്താ, ഡോ ബൈ ഡോ x അല്ലെ. ഇനി v1 h2 h3 എന്താണ്, 1 ആണ്. ഓക്കെ, h1 h2 h3 ഒക്കെ 1 ആണ്. ഈ മൾട്ടിപ്ലിക്കേഷൻ അതാത് കമ്പോണൻസ് ആവും. എന്താവും, v1 പ്ലസ് ഡോ v2 ബൈ ഡോ y പ്ലസ് ഡോ v3 ബൈ ഡോ z അല്ലേ. ഇത് തന്നെയാണ് നമ്മൾ നേരത്തെ ഒബ്റ്റെയിൻ ചെയ്തത്. vx vy vz ആയിരുന്നു നമ്മൾ അവിടുത്തെ, ഇവിടെ v1 v2 v3 ആവും അല്ലേ. അപ്പം ഡോ ബൈ ഡോ x വന്നു, ഡോ ബൈ ഡോ y വന്നു, ഡോ ബൈ ഡോ z വന്നു. ഇതുപോലെ ഇനി നിങ്ങൾ എന്ത് ചെയ്യണം, എന്താ ചെയ്യണ്ടേ, ഇത് കാർട്ടീഷ്യൻ ആണ്, നിങ്ങൾ സിലിണ്ടറിക്കലിലും അതുപോലെ സ്ഫെറിക്കലിലും ഒബ്റ്റെയിൻ ചെയ്യണം. ഓക്കെ, സിലിണ്ടറിക്കൽ സിസ്റ്റത്തിലും സ്ഫെറിക്കൽ സിസ്റ്റത്തിലും നമ്മുടെ ഡൈവേർജൻസ് ഓപ്പറേറ്റർ എങ്ങനെയാന്നുള്ളത് എനിക്ക് ചെയ്തിട്ട് അയച്ചു തരണം, മറക്കരുത്. ഇന്ന് തന്നെ രാത്രി 10 മണിക്കാണ്. ഓക്കെ, ഇനി അതിനകത്ത് ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഫൈൻഡ് ദി ഡൈവേർജൻസ് ഓഫ് പൊസിഷൻ വെക്ടർ. ഓക്കെ, നമ്മൾ കഴിഞ്ഞതിൽ ഗ്രേഡിയന്റിൽ ഫസ്റ്റ് ചെയ്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു, ഗ്രേഡിയന്റ് ഓഫ് എന്ത്, മാഗ്നിറ്റ്യൂഡ് ഓഫ് പൊസിഷൻ വെക്ടർ. ഇവിടെ എന്താണ്, ഡൈവേർജൻസ് ഓഫ് പൊസിഷൻ വെക്ടർ. ഡൈവേർജൻസ് എപ്പോഴും വെക്ടർ ഫംഗ്ഷൻ ആക്ട് ചെയ്യുള്ളൂ. എന്താ പൊസിഷൻ വെക്ടർ, ആർ ഈക്വൽ ടു എക്സ് എക്സ് ക്യാപ് പ്ലസ് വൈ വൈ ക്യാപ് പ്ലസ് സെഡ് സെഡ് ക്യാപ്. എന്താ കാണണ്ടേ, ഡെൽ ഡോട്ട് ആർ അല്ലേ. ഫോർമുല നിങ്ങൾക്ക് അറിയാം, എന്താണ്, ഡോ ബൈ ഡോ എക്സ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ അല്ലേ. ഫസ്റ്റ് കമ്പോണന്റ് ഏതാണ്, എക്സ് കമ്പോണന്റ് എന്ന് പറഞ്ഞാൽ എന്താവും, എക്സ് അല്ലേ, പ്ലസ് ഡോ ബൈ ഓഫ് വൈ പ്ലസ് ഡോ ബൈ ഡോ സെഡ് ഓഫ് സെഡ് അല്ലേ.
അങ്ങനെയല്ലേ വരിക. ഇനി അല്ല എന്തെങ്കിലും തരത്തിലുള്ള കൺഫ്യൂഷൻ ഉള്ളവർ എന്ത് ചെയ്യാം, ഡെൽ ഈക്വൽ ടു എക്സ് ക്യാപ് ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് പ്ലസ് വൈ ക്യാപ് ഇൻറ്റു ഡോ ബൈ ഡോ വൈ പ്ലസ് സെഡ് ക്യാപ് ഇൻറ്റു ഡോ ബൈ ഡോ സെഡ് എന്നിട്ട് കൊടുക്കാം. എന്നിട്ട് ഡെൽ ഡോട്ട് ആർ കാണും. ഡെൽ ഇതാണ്, ആർ ഇതാണ്, ഡോട്ട് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് തന്നെ കിട്ടും. ജനറൽ ഫോർമുല പഠിച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഡയറക്റ്റ് എടുത്തത്. ഇതിന്റെ ഫസ്റ്റ് കമ്പൗണ്ട് ഏതാ, എക്സ്, സെക്കൻഡ് കമ്പൗണ്ട് വൈ, തേർഡ് കമ്പൗണ്ട് സെഡ് അല്ലേ. അപ്പൊ ഇങ്ങനെ ചെയ്യാം. അപ്പൊ ഡെൽ ഡോട്ട് ആർ ഈക്വൽ ടു ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് എന്താ, എക്സിന്റെ ഡെറിവേറ്റീവ് എന്താ 1 പ്ലസ് ഡോ ബൈ ഡോ വൈ ഓഫ് വൈ എന്താ 1 പ്ലസ് ഡോ ബൈ ഡോ സീറോ ഓഫ് സെഡ് എന്താ 1. ആൻസർ എത്രയാ 3 അല്ലേ. അപ്പൊ നമ്മൾ എന്താ ചെയ്തേ, പൊസിഷൻ വെക്ടറിന്റെ ഡൈവേർജൻസ് കണ്ടു. 3 ആണ്, അത് പോസിറ്റീവ് ക്വാണ്ടിറ്റി ആണ്. അപ്പൊ വി ഗോട്ട് എ പോസിറ്റീവ് ഡൈവേർജൻസ്. അത് നന്നായിട്ട് ഡൈവേർജ് ചെയ്യുന്നതാണ് അതിന്റെ അർത്ഥം അല്ലേ. പൊസിഷൻ വെക്ടർ ദൂരേക്ക് അങ്ങനെ പോകണം, പൊസിഷൻ വെക്ടർ അല്ലേ, അത് ദൂരേക്ക് പോകണല്ലോ. അപ്പോ അതിന്റെ ഡൈവേർജൻസ് പോസിറ്റീവ് ആണ്. ഇനി അതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാനുള്ള മറ്റൊരു കാര്യം, ഒരു നോട്ടായിട്ട് എഴുതണം. എന്താണ്, ഇഫ് ഡെൽ ഡോട്ട് വി ഈക്വൽ ടു 0, ഡെൽ ഡോട്ട് വി ഈക്വൽ ടു 0 ആണെങ്കിൽ എന്ന് പറഞ്ഞാൽ ഒരു വെക്ടർ ഫംഗ്ഷൻ വി അതിന്റെ ഡൈവേർജൻസ് 0 ആണെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും, സോളിനോയിഡൽ എന്ന് പറയും. എന്താ പറയാ, സോളിനോയിഡൽ ഫംഗ്ഷൻ എന്ന് പറയും, അല്ലെങ്കിൽ ഡൈവേർജൻസ്ലെസ് എന്ന് പറയും അല്ലേ. സോളിനോയിഡൽ അല്ലെങ്കിൽ ഡൈവേർജൻസ്ലെസ്, ഡൈവേർജൻസ് ഇല്ല സോളിനോയിഡൽ. അതിന് ബെസ്റ്റ് എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഡൈവേർജൻസിന്റെ കൺസെപ്റ്റ് മനസ്സിലാക്കാനും എളുപ്പമാണ്. മാഗ്നറ്റിക് ഫീൽഡ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. മാഗ്നറ്റിക് ഫീൽഡ്, ഒരു ബാർ മാഗ്നറ്റിന്റെ മാഗ്നറ്റിക് ഫീൽഡ് നിങ്ങൾ ഒബ്റ്റെയിൻ ചെയ്തിട്ടുണ്ടാവും. ഒരു മാഗ്നറ്റ് വെച്ചിട്ട് നിങ്ങൾ വരച്ചു നോക്കിയിട്ടുണ്ടാവും. ആ മാഗ്നറ്റിക് ഫീൽഡ് സൗത്ത് നിന്ന് തുടങ്ങി നോർത്തിലേക്ക് ഇങ്ങനെ പോവാണ് അല്ലെ. സൗത്ത് നിന്ന് തുടങ്ങി നോർത്തിലേക്ക് തിരിച്ചു ചെല്ലുകയാണ് അല്ലേ, ആണല്ലോ. ഇനി അതിന്റെ ഡൈവേർജൻസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ എഴുതാം. അപ്പൊ മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ സാധാരണ ബി അല്ലേ കാൽക്കുലേറ്റ് ചെയ്യാറ് അല്ലേ. മാഗ്നറ്റിക് ഫീൽഡിനെ ബി കൊണ്ടല്ലേ റെപ്രസെന്റ് ചെയ്യാറുള്ളത്. നമ്മള് ഇനി പഠിക്കും ഡെൽ ഡോട്ട് ബി ഈക്വൽ ടു 0 ആണെന്ന്. അപ്പോ ആ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡൈവേർജൻസ് 0 ആണെന്ന് നമ്മൾ ഇനി പഠിക്കും. എന്തുകൊണ്ടാണത്, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എങ്ങനെയാണ്, ഒരു ബാർ മാഗ്നറ്റിന്റെ കേസ് കാണിച്ചാൽ ആ മാഗ്നറ്റിക് ഫീൽഡ് സൗത്ത് നിന്ന് തുടങ്ങി നോർത്തിൽ അവസാനിക്കും അല്ലെ. അതിങ്ങനെ ലൂപ്പ് ചെയ്യാണ്, പുറത്തേക്ക് പോകുന്നില്ല. മീൻസ് ഇറ്റ് ഈസ് നോട്ട് ഡൈവേർജിങ് അല്ലെ. മാഗ്നറ്റിക് ഫീൽഡ് പുറത്തേക്ക് പോകുന്നില്ല, അതങ്ങനെ കറങ്ങാണ് അല്ലെ. അതുകൊണ്ട് അതിന്റെ ഡൈവേർജൻസ് 0 ആണ്. അതുകൊണ്ട് തന്നെ മാഗ്നറ്റിക് ഫീൽഡ് എന്താണ്, സോളിനോയിഡൽ ആണ്, അല്ലെങ്കിൽ ഡൈവേർജൻസ്ലെസ് ഫീൽഡ് ആണ്. എന്നാൽ ഇലക്ട്രിക് ഫീൽഡിന്റെ കേസിലോ, ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഒരു ചാർജിൽ നിന്ന് അതിന്റെ ഫീൽഡ് ലൈൻസ് എങ്ങനെ പോവാ, പുറത്തേക്ക്. എങ്ങോട്ട് വരെ പോവും, ഇൻഫിനിറ്റി വരെ, അല്ലെങ്കിൽ മറ്റൊരു നെഗറ്റീവ് ചാർജ് വരെ. ഒരു പോസിറ്റീവ് ചാർജ് വെച്ചിട്ട് എഴുതാം, അതിന്റെ ഫീൽഡ് ലൈൻസ് എങ്ങനെ പോവാ, ആ പോയിന്റിൽ നിന്നും പുറത്തേക്ക് അങ്ങനെ പോകും അല്ലെ, എല്ലാ ഡയറക്ഷനിലും. ഒരു ലൈറ്റ് കത്തിച്ച് വെച്ച പോലെയോ അല്ലെ. അപ്പം അതിനെന്താണ്, ഡൈവേർജ് ചെയ്ത് പോകുന്നുണ്ട്. അതുകൊണ്ട് അതിന്റെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡൈവേർജൻസ് എന്താവില്ല, 0 ആവില്ല. ഓക്കെ, അപ്പൊ അതിലേക്ക് നമ്മൾ വരും, അടുത്തന്നെ വരും. പ്രോബ്ലംസ് ഒരുപാട് ചെയ്യാനുണ്ട്. ഇനി നമുക്ക് അതുമായി ബന്ധപ്പെട്ട മറ്റൊരു ക്വസ്റ്റ്യൻ ചെയ്യാം അല്ലെ. അപ്പൊ നമ്മൾ ഡെൽ ഡോട്ട് ബി ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു, മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡൈവേർജൻസ് കേട്ടോ. ബി എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡ് ആണ്. ഇനി a equal to x square x cap plus 3x z square y cap minus 2x z z cap എന്ന് പറഞ്ഞ വെക്ടറിന്റെ ഡൈവേർജൻസ് കാണണം അല്ലേ. എങ്ങനെയാണ്, ഡെൽ ഡോട്ട് എ ഈക്വൽ ടു, ഇനി ഇതിന്റെ ഫസ്റ്റ് കമ്പൗണ്ട് എക്സ് സ്ക്വയർ ആണ്, സെക്കൻഡ് കമ്പൗണ്ട് 3x z സ്ക്വയർ ആണ്, തേർഡ് കമ്പൗണ്ട് മൈനസ് 2x z ആണ്. അപ്പൊ എങ്ങനെ ചെയ്യാം, ഫസ്റ്റ് ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് സ്ക്വയർ എന്താണ് 2x അല്ലേ, പ്ലസ് ഡോ ബൈ ഡോ വൈ ഓഫ് 3x z സ്ക്വയർ, ഡോ ബൈ ഡോ വൈ ഓഫ് 3x z സ്ക്വയർ. രണ്ടാമത്തെ കമ്പൗണ്ട് അല്ലേ 3x z സ്ക്വയർ. ഇതിനകത്ത് y ഉണ്ടോ, ഇല്ല. അതിന്റെ ഡെറിവേറ്റീവ് എന്താണ് 0 മൈനസ് ഡോ ബൈ ഡോ z ഓഫ് മൈനസ് 2x z അല്ലേ. മൈനസ് അവിടെ ഉണ്ട്. ഇപ്പൊ ഡോ ബൈ ഡോ z വിത്ത് റെസ്പെക്ട് ടു z ആണ് 2x z. എന്ത് കിട്ടും, 2x z നകത്ത് z ന്റെ ഫംഗ്ഷൻ ഉണ്ടോ, ഉണ്ട്. ഏതാണ് z, z ന്റെ ഡെറിവേറ്റീവ് എന്താ 1. ബാക്കി എന്താ അവിടെ 2x അല്ലേ. ആൻസർ കിട്ടും 2x മൈനസ് 2x ഈക്വൽ ടു 0. അതിന്റെ അർത്ഥം എന്താണ്, വെക്ടർ a എന്താണ്, സോളിനോയിഡൽ ആണ് അല്ലേ. ചുറ്റുന്നതിന് നമ്മൾ സോളിനോയിഡൽ എന്ന് പറയാം അല്ലേ. അപ്പൊ ഇത് സോളിനോയിഡൽ ആണ് അല്ലേ. ഇതെങ്ങനെ ചെയ്യാന്ന് അറിയണം കേട്ടോ. നമ്മൾ എന്താണ് ഓരോ കമ്പോണൻസ് എടുക്കും, ആ ജനറൽ ഫോർമാറ്റ് പഠിച്ചാൽ മതി അല്ലേ. ഇനി അല്ല എപ്പോഴും സംശയമുള്ളവർ എന്ത് ചെയ്യാം, സാധാരണ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുക. ഡെല്ല് നിങ്ങൾ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം. ഡെൽ ഡോട്ട് ഈ വെക്ടറിന് ചെയ്യാം, അപ്പൊ നിങ്ങൾക്ക് ഒരു ഫംഗ്ഷൻ കിട്ടും. അത് ചെയ്ത് കഴിഞ്ഞാൽ ഇതന്നെ കിട്ടുക. ഓക്കെ, ഇനി നിങ്ങൾ
ഹോംവർക്ക് ആയിട്ട് എന്ത് ചെയ്യണം, ഈ ക്വസ്റ്റ്യൻ ചെയ്യണം. ഫൈൻഡ് ദി ഡൈവേർജൻസ് ഓഫ് ബി ഈക്വൽ ടു എക്സ് വൈ എക്സ് ക്യാപ് പ്ലസ് 2yz y ക്യാപ് പ്ലസ് 3zx z ക്യാപ് എന്നുള്ളത്. അതിന്റെ ഡൈവേർജൻസ് ചെയ്ത് നമുക്ക് അതും ഇന്ന് രാത്രി 10 മണിക്കകം സബ്മിറ്റ് ചെയ്യാം. അപ്പൊ ഇന്ന് 2 വർക്കാണ്. എന്തൊക്കെയാണ്? ഒന്ന് സിലിണ്ടറിക്കലിലും അതുപോലെ സ്ഫെറിക്കലിലുമുള്ള ഡൈവേർജൻസിന്റെ ഇക്വേഷൻ ഒബ്റ്റെയിൻ ചെയ്യുക. 2 ഇതിന്റെ ഡൈവേർജൻസ് കാണുക. ഓക്കെ, അത്രയാണ് ഇന്ന്. താങ്ക് യു ഓൾ. നാളെ കാണാം.